നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ സംരംഭകൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ഫെഡറൽ ബാങ്ക് ATM കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുന്ന ഉപഭോക്താക്കൾക്ക് ഉപകാരപ്രദമായ ഒന്നാണ്. നമ്മൾ ATM കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഓരോ ട്രാൻസാക്ഷനും നമ്മുടെ അക്കൗണ്ടിൽ ഒരു റിവാർഡ് പോയിൻ്റ് ക്രെഡിറ്റ് ആവുന്നുണ്ട്. അത് ഓരോ കാർഡുകൾക്കും വ്യത്യസ്ത രീതിയിലായിരിക്കുമെന്ന് മാത്രം. ഇങ്ങനെ ക്രെഡിറ്റ് ആവുന്ന റിവാർഡ് പോയിന്റുകൾ എങ്ങനെ നമുക്ക് റെഡീം ചെയ്തെടുത്ത് അത് ക്യാഷാക്കി മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ ATM കാർഡാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഇതുപോലെ തന്നെ മറ്റുള്ള ബാങ്കുകളുടെ ATM കാർഡുകൾക്കും ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഫെഡറൽ ബാങ്കിൻ്റെ റിവാർഡ് പോയിന്റുകൾ റെഡീം ചെയ്തെടുത്ത് ആമസോൺ ഗിഫ്റ്റ് വൗച്ചറാക്കി മാറ്റാം എന്നും ഈ ഗിഫ്റ്റ് വൗച്ചർ എങ്ങനെ റെഡീം ചെയ്യാം എന്നുമുള്ളതാണ് ഇന്ന് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. ഫെഡറൽ ബാങ്ക് റിവാർഡ്സ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഗൂഗിളിൽ ഫെഡറൽ റിവാർഡ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. താഴെ കാണുന്ന ഫെഡറൽ റിവാർഡ്സ് എന്ന ഫെഡറൽ ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൽ ലോഗിൻ ചെയ്യണം. അതിൽ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ മൈ അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒന്നുകിൽ കസ്റ്റമർ ID അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമ്പർ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നമ്പർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. അതിനുശേഷം ഇവിടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അല്ല എങ്കിൽ നമ്മുടെ ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. ക്യാപ്ച എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ പ്രസ് ചെയ്യുക. നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം വാലിഡേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫെഡറൽ റിവാർഡ്സ് എന്ന വെബ്സൈറ്റിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. ഇതിൽ കാണാൻ പല ഓപ്ഷൻസ് നമുക്കിതിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൽ ഈ വൗച്ചറുകൾ കണ്ടോ, എയർടെൽ എക്സ്ട്രീം, അൽഡോ, ആമസോൺ പേ, ആമസോൺ പ്രൈം, ആമസോൺ ഷോപ്പിംഗ് വൗച്ചർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വൗച്ചേഴ്സ് ഇതിൽ കാണാൻ പറ്റും. നമ്മളിന്ന് കളക്ട് ചെയ്യാൻ പോകുന്നത് ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മുടെ അക്കൗണ്ട് ഒന്ന് പരിശോധിക്കുക. മൈ അക്കൗണ്ട് എന്ന ഈ സബ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, എൻ്റെ അവൈലബിൾ ബാലൻസ് ആണ് ഈ കാണുന്നത്. 2377 പോയിൻറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഉള്ളൊരു കാര്യം, 4 റിവാർഡ് പോയിൻ്റ് കൂടിയാലാണ് 1 രൂപ കിട്ടുക. 4 റിവാർഡ് പോയിൻ്റ് കൂടുമ്പോൾ 1 രൂപ കിട്ടും. അങ്ങനെ 2000 റിവാർഡ് പോയിൻ്റ് അയച്ചാൽ 500 രൂപ നമുക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 500 രൂപ എങ്ങനെ റെഡീം ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ആമസോണിൻ്റെ ഈ വൗച്ചറാണ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ വൗച്ചർ എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഗിഫ്റ്റ് കാർഡ് എമൗണ്ട് എന്നുള്ളത് 250, 500, 1000 എന്നുള്ള രീതിയിലാണ് പോകുന്നത്. കണ്ടോ, 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറിന് 1000 പോയിൻ്റ് നമ്മൾ നൽകേണ്ടി വരും. ഇപ്പോൾ നമ്മൾ 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് എടുക്കുന്നത്. അതിന് 2000 പോയിൻറ്റ്സ് നമ്മൾ വാലറ്റിൽ നിന്നും കട്ടാവും. 500 രൂപയുടെ ഇതിൽ സെലക്ട് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കാം. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ടോട്ടൽ നമുക്ക് കണ്ടോ 2200 പോയിൻറ്റ്സാണ് ആവശ്യമുള്ളത്. അതായത് 50 രൂപ ഇവർക്ക് പ്രോസസ്സിംഗ് ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. 50 രൂപയ്ക്ക് ഇവിടെ വരുന്നത് 200 പോയിൻറ്റ്സാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് വരുന്നത് 2200 പോയിൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. കൺഫേം ചെയ്യുക. കണ്ടോ, ഓർഡർ സക്സസ്ഫുൾ. ഇനി നമുക്ക് ഇതിൻ്റെ വ്യൂ റെസിപ്റ്റ് എടുക്കാം. വ്യൂ റെസിപ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും ഈ വൗച്ചർ പിന്നും ഉണ്ടാവും, ആക്ടിവേഷൻ കോഡും ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ളത് ആക്ടിവേഷൻ കോഡാണ്. ഇത് കോപ്പി ചെയ്യാം. ഇത് ബുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആമസോണിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം. amazon.in എന്നുള്ള വെബ്സൈറ്റിൽ കയറുക. അപ്പോൾ നിലവിൽ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇതിൽ ആമസോൺ ലോഗിൻ ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ആമസോൺ പേ എന്ന ഈ ഒരു മെനു ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഈ കാണുന്ന ആഡ് മണി എന്നുള്ളതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആഡ് ഗിഫ്റ്റ് കാർഡ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം.
ഇതിൽ ആഡ് എ ഗിഫ്റ്റ് കാർഡ് എന്ന ഒരു ബോക്സ് ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു ആക്ടിവേഷൻ കോഡ് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ആഡ് ടു യുവർ ബാലൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. യുവർ ഗിഫ്റ്റ് കാർഡ് എമൗണ്ട് ഹാസ് ബീൻ ആഡഡ്. 500 രൂപ നമ്മുടെ ആമസോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനി നോക്കാം. കണ്ടോ, ആമസോൺ പേ ബാലൻസ് എന്നുള്ളത് 500 രൂപ കാണാം. ഈ 500 രൂപ വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യുകയോ യൂട്ടിലിറ്റി ബില്ലുകൾ അടയ്ക്കുക, ഫോൺ ബില്ല് അടയ്ക്കുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇത് ഫെഡറൽ ബാങ്ക് ATM കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി മാക്സിമം ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അത്തരം വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഞാൻ സംരംഭകൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.